ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യുകെയിലെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നവർക്ക് കുറച്ച് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ജോലി കണ്ടെത്തിയത്, നമുക്ക് ഏതൊക്കെ രീതിയിൽ ജോലി ഇവിടെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആക്ച്വലി ഞാൻ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വൈഫ് ഇവിടെ മെല്ലിൻ ഇവിടെ നേഴ്സ് NHS നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി, അതുപോലെയുള്ള ജോലികൾ ഇവിടെ കിട്ടുമോ എന്ന് ഞാൻ കുറച്ച് നാൾ അന്വേഷിച്ചായിരുന്നു. അപ്പം അന്വേഷിച്ചതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഇതുപോലുള്ള കമ്പനികളൊക്കെ വളരെ കുറവാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. അപ്പം കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ നോക്കിയപ്പോൾ അത് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ പിന്നെ ഒത്തിരി നമ്മൾ സമയം കളയാൻ കഴിയുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു കിട്ടിയ ജോലിക്ക് കയറുക എന്നുള്ള രീതിയിൽ ആണ് പിന്നെ അങ്ങോട്ട് നോക്കിയത്. ആ സമയത്ത് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഞാനിവിടെ ഒരു ഏജൻസി വഴി ഞാനിപ്പം ഇവിടെ ഒരു ഫുഡ് ഫാക്ടറിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് അവിടെ കയറിയതെന്ന് ഇനി ഞാൻ പറഞ്ഞു തരാം. ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ കമ്പനികളല്ല, നമ്മുടെ നാട്ടിലുള്ള ഫുഡ് പ്രൊഡക്ഷൻ പോലത്തെ കമ്പനികളല്ല. ഇതെന്ന് പറയുന്നത് 24 hours കമ്പനികൾ വർക്കിംഗ് ആയിരിക്കും. അപ്പം മിനിമം 3 ഷിഫ്റ്റ് അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ 2 ഷിഫ്റ്റാണുള്ളത്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് വരും. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഒരു അരമണിക്കൂർ ജോലി ചെയ്തിട്ട് പിന്നെ അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് പോരുന്നത് വരെ ഒരുപോലെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഈ കമ്പനികളെ സംബന്ധിച്ച് ഉള്ളൂ. അതായത് നമ്മൾ ആ ഒരു മൈൻഡ് ആയിട്ട് മാത്രമേ നമ്മൾ ആ കമ്പനികളിൽ ജോലിക്ക് പോകാവുള്ളൂ. അതാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യം. അപ്പം ഞാനും നമ്മളൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തൊരു ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ ഇപ്പം ഞാൻ അതിനോടൊന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഞാൻ ജോലിയുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജോലി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ ഈ കമ്പനികളിലൊക്കെ നമുക്ക് 2 രീതിയിൽ ജോലിക്ക് കയറാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് സ്റ്റാഫായിട്ട്, പെർമനന്റ് സ്റ്റാഫായിട്ട് നമുക്ക് ജോലിക്ക് കയറാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഏജൻസി ത്രൂ നമുക്ക് ഈ കമ്പനികളിലൊക്കെ ജോലിക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകളും ഈ ആദ്യമേയൊക്കെ ഏജൻസി ത്രൂ ആണ് അവിടെ കമ്പനികളിൽ ജോലിക്ക് കയറുന്നത്. കാരണം നമുക്ക് ആ കമ്പനിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റത്തില്ല. പിന്നെ പറ്റുന്നത് പിന്നെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ മിക്കവരും വർക്ക് ചെയ്യുന്ന ഇതുപോലുള്ള കമ്പനികളിലൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്ന കമ്പനിയിൽ ഒരുപാട് പേര് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. അപ്പം അവരൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് ഈ ഏജൻസി ത്രൂ ആണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. കാരണം അവർക്ക് വേണ്ട ഒരു സമയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് വീക്കിലി 2 ദിവസമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകളെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏജൻസി ത്രൂ ആണ് മിക്ക ആളുകളും അങ്ങനെയുള്ളവരൊക്കെ ജോലി ചെയ്യുന്നത്. പിന്നെ ഏജൻസി ത്രൂ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഫാമിലി ആയിട്ട് വന്നു, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് 2 പേർക്കും, വൈഫിനും ഹസ്ബൻഡിനും 2 പേർക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിള്ളേരെ നമ്മൾ പ്രൊട്ടക്ഷൻ ഇവിടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു സമയത്ത് ജോലിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിള്ളേർ ഇവിടെ ഒരു അഡൽട്ട് സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കൊച്ചു പിള്ളേരെയും കൂടെ ഒക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള കമ്പനികളിൽ അവരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, കിട്ടാത്തവരാണെങ്കിൽ ഇവിടെ ഏജൻസി ത്രൂ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഏജൻസിയിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏജൻസി എന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ അലാക്കാട്ട് എന്ന് പറയുന്ന ഒരു ഏജൻസി വഴിയാണ് ഇവിടെ ആളുകളെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ കിട്ടും, ഓൺലൈനിൽ തന്നെ കിട്ടും. അപ്പം നമുക്ക് വേണമെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അവരെ വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ അവർ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ചെല്ലുക. അവിടെ ചെന്ന് അവരുടെ ഓഫീസിൽ ചെല്ലുക. ചെന്ന് കഴിയുമ്പം നമുക്ക് അവിടെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഫോമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫോമുകളുണ്ട്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനകത്ത് ചെറിയൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അത് ആ ടെസ്റ്റൊക്കെ നടത്തുക എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു ഇത് പ്രോസസ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് അത് പാസ്സാകണമെന്നൊന്നുമില്ല നമുക്ക് ജോലി കിട്ടാനായിട്ട്. നമ്മളിപ്പോൾ ഏജൻസി ത്രൂ ആണെങ്കിൽ അവരെന്താണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിസ വാലിഡ് ആയിട്ടുള്ള വിസയാണോ, പാസ്പോർട്ടുണ്ടോ, പാസ്പോർട്ട്, വിസ, അതുപോലെ BRP കാർഡ്, ഇവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കും. ആ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം വെച്ച് നോക്കിയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ആ കാര്യങ്ങൾ ചോദിക്കും. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ ഒരു ചെറിയ ഒരു ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കി തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ ചോദിക്കുന്നത് നമ്മുടെ താമസിക്കുന്ന ഏരിയ, പിന്നെ നമുക്ക് വണ്ടിയുണ്ടോ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. കാരണം നമുക്ക് എവിടെയെങ്കിലും ദൂരം മാറിയാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള കമ്പനികളൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കുക, എത്ര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും ഏത് കമ്പനിയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ അവർ ആ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ തരും. പിന്നെ നമ്മൾ ഏത് ഷിഫ്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. അവർ അത് കഴിഞ്ഞ് എന്നാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കും. ആ ഡേറ്റ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആ ഡേറ്റിൽ തന്നെ പോയി ജോലി ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാം, നമുക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് വേറൊരു രീതി എന്ന് പറയുന്നത്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേക്കൻസി ഉള്ളപ്പോൾ അവർ ഇവിടെയൊക്കെ ഈ കമ്പനികളിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും പോസ്റ്ററുകളാക്കിയിട്ട് ഇതിനെ ചുറ്റുമുള്ള മതിലിലെല്ലാം ഇവർ കെട്ടും. ചുറ്റോട് ചുറ്റും എല്ലാ മതിലിലും പോസ്റ്ററുകൾ കാണാൻ പറ്റും. അതിലപ്പോൾ ഒരു ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഫുള്ള് ഡീറ്റെയിൽസ്, അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. ഏതൊക്കെ വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഷിഫ്റ്റാണ് വേക്കൻസി ഉള്ളത്, ഏതൊക്കെ കമ്പനിയിലാണ് വേക്കൻസി ഉള്ളത്, എല്ലാ കാര്യങ്ങളും മിക്ക കമ്പനികളിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് തോന്നുന്നു. കാരണം ഞാനിവിടെ ഒരു 3-4 കമ്പനിയുടെ നമ്മുടെ ഏരിയയിൽ 3-4 കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി നോക്കിയപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ തന്നെ അവരുടെ എല്ലാം മതിലയിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്, ഒരു പോസ്റ്റർ പോലെ. പിന്നെ ഇവർ ഓൺലൈനിൽ പരസ്യം കൊടുക്കും. പരസ്യം എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യാറുണ്ട്, ഈ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്, വേക്കൻസി ഇടാറുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അവർ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിയുമ്പം അവർ നമ്മളെ വിളിക്കും, നമുക്ക് ഇൻ്റർവ്യൂ തരും. ഇൻ്റർവ്യൂ ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ സെലക്ട് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വലിയ ലാംഗ്വേജ് സ്കില്ലും കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും തന്നെ അവർ ചോദിക്കുന്നത്, ഡയറക്റ്റ് ആണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വലിയ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഒരു 85% ആൾക്കാരെന്ന് പറയുന്നത് ഹിന്ദി സംസാരിക്കുന്നവരാണ്. കൂടുതലും ഇന്ത്യക്കാരും അതുപോലെ തന്നെ കൂടുതലും ഗുജറാത്ത്, പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും അവിടെ വർക്ക് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള യൂറോപ്യൻസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ്. അവർ ഓഫീസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ടീം ലീഡർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വർക്ക് ചെയ്യുന്നത് ഒരു 90% ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യ, ശ്രീലങ്ക അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്, നേപ്പാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാണ് കേട്ടോ. പിന്നെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു 3 സെക്ഷനായിട്ടാണ്. 3 സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ആളുകളാണ്, 3 ലെവലിലുള്ള ആളുകളാണ് ഓരോ സ്ഥലത്തും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ബേസിക് ആയിട്ട് കുറച്ച് ആളുകളുണ്ട് വർക്ക് ചെയ്യുന്നവർ. രണ്ടാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്ന ഒരു ടീം ലീഡർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. മൂന്നാമതുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സൂപ്പർവൈസർ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ട്. മെയിനായിട്ട് ഈ ഒരു 3 പേരാണ് നമ്മുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുന്നവരുള്ളത്. പിന്നെ പിന്നെ മാനേജർ ലെവലിലൊക്കെ ഉള്ള ആളുകൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഈ മെയിനായിട്ട് ഈ നമ്മുടെ നാട്ടും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളും ഇവിടെ ആയിട്ടുള്ള എനിക്കൊരു തോന്നിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് സൂപ്പർവൈസർ ആണെങ്കിലും ടീം ലീഡർ ആണെങ്കിലും നോർമൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും ഒരുപോലെ വർക്ക് ചെയ്യും. അതായത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വർക്കായിരിക്കും നമ്മുടെ ടീം ലീഡറും സൂപ്പർവൈസറും ഒക്കെ ചെയ്യാൻ പോകുന്നത്. അവരത് കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യും, നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഏത് രീതിയിലുള്ള വർക്കാണെങ്കിലും, അത് എത്ര ചെറിയ വർക്കാണെങ്കിലും എത്ര വലിയ വർക്കാണെങ്കിലും എല്ലാവരും ഒരുമിച്ചായിട്ട് ടീമായിട്ടാണ്
ഓരോ വർക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോംപ്ലക്സ് തോന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. എനിക്ക് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തല്ലോ, അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണല്ലോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നത്തില്ല. കാരണം എല്ലാവരും ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളോ ഒച്ചകളോ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. എല്ലാവരും അവരവരുടെ വർക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്തു പോകാന്ന് മാത്രമേ. അപ്പം മെയിനായിട്ട് പറയുവാണെങ്കിൽ ഇതാണ് വർക്കിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പം ഞാൻ പറയുന്ന ഒരു ഫുഡ് ഫാക്ടറിയുടെ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ആ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ പല ആളുകളും വർക്ക് ചെയ്യുക, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്നവരുണ്ട്. ചിലർ ഡെലിവറി ജോബുകൾ ചെയ്യുന്നവരുണ്ട്, ചിലർ അല്ലാത്ത ഇതുപോലെ തന്നെയുള്ള കമ്പനികളിൽ ഫുഡിൻ്റെ മാത്രമല്ല ഇതുപോലുള്ള പല കമ്പനികളുണ്ട്. അപ്പോൾ അത് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അത്യാവശ്യം ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെയർ ഹോമിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കെയർ ഹോമിലൊക്കെ ജോലി കിട്ടിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. നമുക്ക് ടൈമിംഗ് ഒക്കെ നമുക്ക് നോക്കി നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് വേറെ കാര്യം പറയാനായിട്ടുള്ളത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് വരുമ്പോൾ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു ജോലികളെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വരുന്നവർക്ക് നമുക്ക് നല്ല സ്കില്ലുണ്ട്, നമുക്ക് നല്ല ലാംഗ്വേജ് ഫ്ലുവൻസി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് കമ്പനികളിലേക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനത്തെ കമ്പനികളിലൊക്കെ നമ്മൾ കയറിയാലും നമ്മൾ ഇവിടെ ഒന്നും സ്റ്റക്കായി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പതിയെ പതിയെ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നതിന് കൂടെ തന്നെ ഇതൊക്കെ നമുക്കിവിടെ നിലനിൽക്കാൻ വേണ്ടിയുള്ളൊരു ജോലിയായിട്ട് കൂട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് പതിയെ പതിയെ തപ്പി മറ്റു ജോലികൾ നമുക്ക് എടുക്കാനായിട്ട് വരും. അതാണ് മെയിനായിട്ട് ഈ ഒരു ജോലിക്ക് കയറുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ പതിയെ പതിയെ നമുക്ക് നല്ല നല്ല ജോലികളിലേക്ക് മാറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് പലരും ഇങ്ങനെയുള്ള ജോലികൾ കയറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അവരൊക്കെ താൽക്കാലികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലികൾക്ക് കയറുന്നത്. അല്ലാതെ ആരും ഇവിടുന്ന് വിസ കിട്ടുമെന്നുള്ള രീതിയിലൊന്നും അല്ല ജോലി ചെയ്യുന്നത്. പിന്നെ അറിയേണ്ട ഒരു മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടും. ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വന്നവരാണെങ്കിൽ പോലും ചിലവർ പെർമനന്റ് ആയിട്ട് സ്റ്റാഫായിട്ട് ജോലിക്ക് കയറുന്നവരുണ്ട്. കാരണം അവർക്ക് ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ആഴ്ചയിൽ 5 ദിവസം 6 ദിവസം വേണമെങ്കിൽ അവർക്ക് ജോലി കിട്ടും. അപ്പം അത് അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും അങ്ങനെ പെർമനന്റ് ആയിട്ട് ജോലിക്ക് കയറുന്നുണ്ട്. ഒരു 4 മാസത്തോളം അവർക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ അങ്ങനെ ജോലിക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ജോലിക്ക് നമ്മൾ കയറിയെന്ന് വിചാരിച്ച് ഈ കമ്പനികൾ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വിസ നൽകത്തല്ല. അപ്പോൾ ചില ആളുകളുടെ ഒരു സംശയമാണ് ഇങ്ങനെയുള്ള കമ്പനികൾ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരിക്കലും ഇങ്ങനെയുള്ള കമ്പനികളൊന്നും ചെയ്യത്തില്ല. നമ്മൾ പഠിച്ച ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നല്ല ജോലി തപ്പിയെടുത്താൽ മാത്രമേ നമുക്ക് തുടർന്ന് ഇവിടെ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വിസ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ചൈൽഡ് കെയർ എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഈ ഇതുപോലെയുള്ള ജോലികൾ സെലക്ട് ചെയ്യുന്നതും ഇതുപോലെയുള്ള ജോലികൾക്ക് പോകുന്നതും. അത് അവരുടെ ജോലിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഏതായാലും ഒരു പെർമനന്റ് ആയിട്ട് ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാർട്ട് ടൈം പോലെ നമുക്ക് ഇതുപോലുള്ള കമ്പനികളിൽ ജോലി ചെയ്യാനായിട്ട് പറ്റും. പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഏജൻസി ത്രൂ ജോലി ചെയ്യുന്നതും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഏജൻസി ത്രൂ ആണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ ചിലപ്പോൾ 3 ദിവസം, ചിലപ്പോൾ 4 ദിവസം, ചിലപ്പോൾ 5 ദിവസം അങ്ങനെയൊക്കെ ജോലി കിട്ടത്തുള്ളൂ. അതിപ്പോൾ അവർ ഓരോ ദിവസവും നമ്മളെ വിളിച്ച് നമ്മളോട് പറയും നാളെ ജോലി ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ വിളിച്ച് പറയുന്നില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നാളെ ജോലി ഉണ്ടെന്ന് അർത്ഥം. ചില ദിവസങ്ങളിൽ അവരെ വിളിച്ച് പറയും നാളെ ജോലി ഇല്ല കേട്ടോ എന്ന് വിളിച്ച് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ജോലി ഒരാഴ്ച കിട്ടാതൊക്കെ വരും. അതൊരു ഏജൻസി ത്രൂ ഉള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടും. സ്ഥിരമായിട്ട് ജോലി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ചിലപ്പോൾ നമുക്കൊരു കുറച്ച് ദിവസങ്ങളുണ്ടായിരിക്കും. മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യുന്നവരുണ്ട്, പിന്നെ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ജോലിയിൽ ഒരു ടൈമിങ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് ആഴ്ചയിൽ മിക്കവാറും
5 ദിവസമൊക്കെ ജോലി കിട്ടും. അത് ഒരു കണക്കിന് നല്ല കാര്യമാണ്. നമുക്ക് കുറച്ച് അവേഴ്സ് കൂടുതൽ കിട്ടും. ഏജൻസി ത്രൂ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമല്ല, ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കമ്പനി ആണെങ്കിൽ, ഫുഡ് പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ആദ്യമത്തെ ദിവസം ജോലി ചെയ്യുന്നിടത്തായിരിക്കത്തില്ല നമുക്ക് രണ്ടാമത്തെ ദിവസം നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ നമ്മളെ വിടുന്നത്. അങ്ങനെ പല ദിവസങ്ങളിലും പല സ്ഥലത്ത് ജോലിക്ക് മാറി മാറി പോകേണ്ടി വരും. അതായത് ആ കമ്പനിക്കകത്ത് പല ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ പോകേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ജോലി ആയതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം അവിടെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ നമ്മളവരോട് പറഞ്ഞാൽ പോലും ചിലപ്പം അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ നമ്മളെ വേറൊരു സ്ഥലത്തേക്കായിരിക്കും വിടുന്നത്. പക്ഷെ പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞിരിക്കുന്ന ജോലി ഏതാണോ ആ ഒരു ജോലി മാത്രം നമ്മൾ സ്ഥിരമായിട്ട് പോവുക, സ്ഥിരമായിട്ട് ചെയ്താൽ മതി. ഇതിപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഏജൻസിയുടെ ഒരാൾ അവിടെ ഉണ്ടാവും. ആ ആളാണ് നമ്മളോട് പറയുന്നത് ഈ ദിവസം ഇന്ന സ്ഥലത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് നമ്മളെ വിടുന്നത്. ഇപ്പൊ പെർമനന്റ് ആണെങ്കിൽ ഡയറക്റ്റ് ചെല്ലുക, പഞ്ച് ചെയ്യുക, നമ്മൾ കയറി പോവുക, അത്രേ ഉള്ളൂ. നമുക്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോവുക, അവിടെ പോയി വർക്ക് ചെയ്യുക. പിന്നെ സാലറിയുടെ കാര്യം പറയുവാണെങ്കിൽ പെർമനന്റ് സ്റ്റാഫിന് കിട്ടുന്നതിനേക്കാളും ഒരു 1 പൗണ്ടൊക്കെ കുറച്ചായിരിക്കും ഏജൻസിക്ക് കിട്ടുന്നത്. ഏജൻസി നമ്മളിൽ നിന്നൊരു ഓരോ മണിക്കൂറിലും, ഇപ്പം ഒരു മണിക്കൂറിൽ ഇപ്പം ഒരു 5 പൗണ്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 പൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ, അത് ഡയറക്റ്റ് സ്റ്റാഫിന് 10 പൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഏജൻസി കൊടുക്കുമ്പം അത് 9 പൗണ്ടേ കൊടുക്കുകയുള്ളൂ. കാരണം അവർ 1 പൗണ്ട് എടുക്കുന്നുണ്ട്. ഏജൻസി അങ്ങനെയാണ് ആളുകളെ വിടുന്നത്. അപ്പം ഈ 1 പൗണ്ട് നമുക്ക് ഓരോ മണിക്കൂറിലും പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോയ്ക്കകത്തൂടെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിന് റിപ്ലൈ തരികയും അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.